ഇന്ന് ഒരു പാവയ്ക്ക ഫ്രൈ ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക ഫ്രൈ ആണ്. പൊതുവെ പാവയ്ക്ക കുറച്ച് ആളുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്ത ഒന്നായിരിക്കും. പക്ഷേ ഈ ഒരു പാവയ്ക്ക ഫ്രൈ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്ന് നോക്കാം. നമുക്ക് ഇത് പരിചയപ്പെടുത്തുന്നു ജ്യോതി. പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് 1/2 കിലോ പാവയ്ക്ക, 2 സവോള അരിഞ്ഞത്, മുളക് പൊടി, കടുക് 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് വേണ്ടത്. ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക ചേർക്കാം. അടുത്തതായിട്ട് സവോള, മഞ്ഞൾ, ഉപ്പ് എന്നിവയും ചേർക്കുക. എന്നിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് വഴറ്റണം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് കുറച്ചു നേരം വേവിക്കുക. പാവയ്ക്ക നല്ല പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക് നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. നല്ല സോഫ്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ആക്കി ഇത് വിളമ്പാവുന്നതാണ്. ചപ്പാത്തിയുടെയോ ചോറിന്റെയോ കൂടെയോ ഒക്കെ വിളമ്പി കഴിക്കാവുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പാവയ്ക്ക റെസിപ്പിയാണിത്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.